ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ്. മുട്ട ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. എഗ് പക്കോട എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഒത്തിരി പേര് ഇത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പല കാര്യങ്ങൾ വെച്ചിട്ട് മുട്ടയ്ക്ക് പകരം നമ്മൾ കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ്. എൻ്റെ ഫോട്ടോയാണ് അതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കറിയാം. മുട്ടയാണ് അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. മുട്ട ഞാൻ 3 എണ്ണം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തോട് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് 4ആയിട്ട് അരിഞ്ഞൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഇൻഗ്രീഡിയൻസ് വേണ്ടത് കടലമാവ്, അതേപോലെ തന്നെ മൈദ, റവ. കടലമാവ് നമ്മളിവിടെ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അതേപോലെ മൈദ എടുത്തിരിക്കുന്നത് 50 ഗ്രാം, റവ 25 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില എടുക്കണം, അതേപോലെ കറിവേപ്പില. ഇത് നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ഞാനിവിടെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് പൊടികളൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് വെള്ളം വേണം. പിന്നെ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ മുളക് പൊടി അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണമെന്നില്ല. കാര്യം നമ്മളിവിടെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണമെങ്കിൽ ഒരല്പം മുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കായം വേണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി പൊടികൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. റവ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി മതി. പിന്നെ ഞാനിവിടെ ഒരല്പം മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ അത് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. നമുക്കിനി സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. അതേപോലെ ഒരല്പം കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഒരല്പം കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് പൊടിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ച് വെക്കാം. ഇനി നമുക്കിത് മൂടി ഒരു 15 മിനിറ്റ് വെക്കുകയാണ് ചെയ്യേണ്ടത്. മുട്ട നമുക്കിതുപോലെ 4ആയിട്ട് അരിഞ്ഞ് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനി തുറക്കാം. ഇനി നമ്മൾ ഓരോ കഷ്ണം മുട്ടയുടെ പീസും എടുത്തിട്ട് നമ്മുടെ ഈ മാവിൽ പൊതിഞ്ഞിട്ട് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇത് മുട്ടയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്, അതുകൊണ്ട് ഇത് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ നിൽക്കുക. സ്റ്റെഫിൻ കുറച്ച് അകന്നു നിന്നോ. അപ്പം നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. എഗ് പക്കോട എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം വിചാരിക്കും ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഉണ്ടാക്കാനെന്ന്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.